ലോക സിനിമ വിജയകരമായി മുന്നേറുമ്പോഴാണ് ജപ്പാനിൽ നിന്ന് ഒരു ആനിമേഷൻ ചിത്രം വളരെ വേഗം കേരളത്തിൽ ഹിറ്റായി മാറുന്നത്. ഡീമൺ സ്ലെയർ കിമറ്റ്സു നോ യായിബ ഇൻഫിനിറ്റി കാസിൽ എന്ന ജാപ്പനീസ് ആനിമേഷൻ ചിത്രം ഇപ്പോൾ കേരളത്തിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ്. പല തിയേറ്ററുകളിലും ചെറുപ്പക്കാർ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ടിക്കറ്റ് ഒപ്പിച്ചെടുക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഈ അനിമ യുവാക്കൾക്ക് വലിയ ഹരമായി കഴിഞ്ഞു. ഭാഷയും സംസ്കാരവും മറികടന്ന് യുവതലമുറയെ എന്തുകൊണ്ടാണ് ആനിമേഷൻ സിനിമകൾ ആവേശിച്ചിരിക്കുന്നത്? ജാപ്പനീസ് ആനിമേഷൻ സിനിമകളെയാണ് സാധാരണ അനിമ എന്ന് വിളിക്കുന്നത്. ആനിമേഷന്റെ ഷോർട്ട് ഫോം ആണ് അനിമെ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കൊണ്ട് നിർമ്മിച്ച കൃത്രിമ കഥാപാത്രങ്ങളാണ് ഇത്തരം സിനിമകളിലുള്ളത്. ജപ്പാനിൽ വായനക്കാരെ കീഴടക്കിയ ചിത്രകഥകളായിരുന്നു മാങ്ക. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രകഥകളായിരുന്നു ഇത്. സാധാരണ ചിത്രകഥകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മുഖമുള്ളവയും മാനുഷിക വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവരുമായിരുന്നു ഈ മാങ്കയിലെ കഥാപാത്രങ്ങൾ. മാങ്കയുടെ ചലച്ചിത്ര രൂപമാണ് അനിമകൾ. ലോകപ്രശസ്തമായ അനിമകൾ പലതും പുറത്തിറങ്ങിയിട്ടുള്ളത് ജപ്പാനിൽ നിന്നാണ്. ജാപ്പനീസ് അനിമകൾ ലോകത്തെമ്പാടും തരംഗമായി മാറിയപ്പോൾ അതേ മാതൃകയിൽ പല രാജ്യങ്ങളിൽ നിന്നും അനിമകൾ വന്നു. എങ്കിലും ജെൻസി തലമുറയ്ക്ക് താല്പര്യം ഒറിജിനൽ ജാപ്പനീസ് അനിമകൾ തന്നെയാണ്. മുതിർന്ന തലമുറയ്ക്ക് കാർട്ടൂൺ നെറ്റ്വർക്കിലെ പഴയ കാർട്ടൂണായി അനുഭവപ്പെടാം. പക്ഷെ കാർട്ടൂണുകളിൽ നിന്ന് പാടെ വ്യത്യസ്തമാണ് അനിമകൾ. കാർട്ടൂണുകളിൽ സാധാരണ കഥയില്ല, സന്ദർഭം മാത്രമേ ഉണ്ടാകാറുള്ളൂ. ടോം ആൻഡ് ജെറിയിൽ കഥ എല്ലായ്പ്പോഴും ഒന്നു തന്നെയാണ്, പശ്ചാത്തലവും സന്ദർഭവും മാറുമെന്ന് മാത്രം. എന്നാൽ സങ്കീർണമായ കഥകളാണ് അനിമകൾ പറയുന്നത്. സിനിമയിലേതുപോലെ വലിയൊരു കഥയുണ്ടാകും. കഥാപാത്രങ്ങൾ മനുഷ്യരെ പോലെ പെരുമാറും, മനുഷ്യരെ പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കും. വലിയ മുഖങ്ങളായതുകൊണ്ട് നവരസങ്ങളും പ്രകടിപ്പിക്കും. ആക്ഷൻ, ക്രൈം, റൊമാൻസ്, ഹൊറർ ഇങ്ങനെ സാധാരണ ചലച്ചിത്രങ്ങളിൽ കാണുന്ന എല്ലാ വിഷയങ്ങളും അനിമകളും കൈകാര്യം ചെയ്യും. കുട്ടികൾക്കും കൗമാരക്കാർക്കും മുതിർന്നവർക്കുമുള്ള അനിമകളുമുണ്ട്. ഇതിൽ തന്നെ ആൺപെൺ വിഭജനവും ചില അനിമകൾക്കുണ്ട്. കൗമാരക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ശൈലിയിൽ നിർമ്മിച്ച അനിമകളുണ്ട്. പക്ഷെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനിമകളില്ല. വയലൻസ് പല അനിമകളിലെയും മുഖ്യ വിഷയമാണ്. അമ്പരപ്പിക്കുന്ന ദൃശ്യവിസ്മയങ്ങൾക്കും തകർക്കുന്ന പശ്ചാത്തല സംഗീതത്തിനുമിടയിൽ കൊല്ലും കൊലയും ആവർത്തിക്കുന്നു. പരപീഡനം മാത്രമല്ല, ആത്മപീഡനവും ദൃശ്യങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ വയലൻസിനെ സൂക്ഷ്മമായി ദൃശ്യപ്പെടുത്തുന്നു. സ്വയം വിരൽ മുറിക്കുന്ന രംഗങ്ങളും അവയവങ്ങൾ ഛേദിക്കുന്ന ദൃശ്യങ്ങളും അതിന്റെ സൂക്ഷ്മതയിൽ അവതരിപ്പിക്കുന്ന അനിമകളുമുണ്ട്. അനിമകളുടെ ഷോട്ടുകളുടെ ദൈർഘ്യം അമ്പരപ്പിക്കുന്നതാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ഷോട്ട് തീർന്നു പോകും. കണ്ണൊരു ദൃശ്യം രേഖപ്പെടുത്തി അത് തലച്ചോറിലേക്ക് എത്തിക്കുന്നതിന് മുൻപേ അടുത്തത് വന്നു കഴിഞ്ഞു. ഈ ദ്രുതതാളമാണ് അനിമയിലേക്ക് യങ് ജനറേഷനെ എത്തിക്കുന്നതിനുള്ള പ്രധാന ഘടകം. പണ്ട് കൗമാരത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞിരുന്നത് ഹീറോ വർഷിപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോഴത് സൂപ്പർ ഹീറോ വർഷിപ്പായി മാറ്റിയിരിക്കുന്നു. സാധാരണ നായകന്മാരെ കൊണ്ട് എന്ത് കാര്യമെന്നവർ ചിന്തിച്ചു തുടങ്ങി. പല അനിമകളിലും സിനിമകളിലും മുഖ്യ കഥാപാത്രങ്ങൾ സൂപ്പർ ഹീറോകളാണ്. അടുത്തിടെ ഇറങ്ങിയ ലോക സിനിമയിലെ മുഖ്യ കഥാപാത്രത്തിന് അമാനുഷിക ശക്തികളുണ്ട്. യക്ഷി എന്ന ഗ്രാമീണ ഭാവനയെ നഗരവൽക്കരിക്കുകയും സാമാന്യവൽക്കരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ സിനിമയിൽ കാണാം. ഗ്രാമീണ കഥകളിലെ യക്ഷികൾ ഒരിക്കലും സാധാരണ മനുഷ്യരുമായി ഇടകലരാറില്ല. അവർ മനുഷ്യന്റെ അടുത്ത് വരുന്നത് രക്തം കുടിക്കാൻ മാത്രമാണ്. പക്ഷേ ഈ പുതിയ ചലച്ചിത്രത്തിലെ യക്ഷി സാധാരണ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുപോലെ മനുഷ്യരുമായി ഇടകലരുന്നുമുണ്ട്. പ്രശസ്ത ന്യൂറോ സർജനും കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട് അടുത്തിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഈ സിനിമയുടെ ആയുക്തികതയെ തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഓൺലൈനായി ചോര ഓർഡർ ചെയ്യുന്നതും വൈറസ് ബാധയിലൂടെ യക്ഷിയാവുന്നതും പഴയ തലമുറയ്ക്ക് താങ്ങാനാവുന്നതിലും അധികമാണ്. മനുഷ്യരിൽ നിന്ന് മാറി ഒരു സ്പീഷീസ് ആയാണ് പഴയ തലമുറ യക്ഷികളെ കണ്ടിരുന്നത്. ബഷീറിന്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഭാർഗവി നിലയം, മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷി, ഇവിടെയെല്ലാം യക്ഷികൾ മനുഷ്യരായി ഇടകലരുന്നുണ്ട്. പഴയ തലമുറ അത് സഹിച്ചു എന്ന് മാത്രമല്ല, ഹൃദയത്തിൽ ചേർക്കുകയും ചെയ്തു. കാരണം അവിടെ മനുഷ്യന്റെ അബോധവുമായി യക്ഷിയെ ബന്ധിപ്പിക്കാൻ പാകത്തിൽ ചില സൈക്കോളജിക്കൽ എലമെന്റുകൾ ഉണ്ടായിരുന്നു. ഭാർഗവി നിലയത്തെ യക്ഷിക്കഥയായി കാണേണ്ടവർക്ക് അങ്ങനെയും അബോധത്തിന്റെ സൃഷ്ടിയായി കാണേണ്ടവർക്ക് അങ്ങനെയും കാണുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ സാധ്യത പുതിയ അമാനുഷിക കഥകൾക്കില്ല. അതുകൊണ്ടാണ് ഭാർഗവി നിലയ തലമുറയ്ക്ക് ഈ പുതിയ യക്ഷിക്കഥകൾ രുചിക്കാതെ പോകുന്നത്. പക്ഷെ ഇത്തരം സൂപ്പർ ഹീറോകൾ അനിമകളുടെ സിനിമാ പതിപ്പുകൾ മാത്രമാണ് എന്നതാണ് സത്യം. ഡ്രാഗൺ ബോളിലെ ഗോക്കു, വൺ പീസിലെ മങ്കി ഡി ലൂഫി മിറോഡിയ എന്നിവയുടെ മനുഷ്യ യക്ഷി പതിപ്പാണ് പുതിയ സിനിമയിലെ നായിക. ഇനിയും മൂത്തോരും ചാത്തന്മാരും മാടന്മാരും കുട്ടയിലുണ്ട്. അവരും ഇനി ഊഴമനുസരിച്ച് കോട്ടും സൂട്ടും ഇട്ട് വരും. അതുപോലെ ദൃശ്യവിസ്മയങ്ങളും ചലനവേഗവും കൊണ്ട് അനിമകളെ മറികടക്കണമെങ്കിൽ സിനിമയ്ക്ക് ബിഗ് ബഡ്ജറ്റ് ആയേ പറ്റൂ.
കുറെ വർഷങ്ങൾക്ക് മുൻപ് വരെ പക്ക റിയൽ സിനിമകളായിരുന്നു ട്രെൻഡ്. തമിഴിലെ സുബ്രഹ്മണ്യപുരം പഴയ സിനിമയാണെങ്കിലും അതൊരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. മലയാളത്തിലെ കമ്മട്ടിപ്പാടം, അങ്കമാലി ഡയറീസ്, കുമ്പളങ്ങി നൈറ്റ് എന്നിങ്ങനെയുള്ള റിയൽ പ്രഭാവകാലത്തിന് ശേഷം തികച്ചും അൺറിയലായ അവസ്ഥയിലാണ്. ഇവിടെ യുക്തിയെ പണയം വെച്ചിട്ട് മാത്രം സ്ക്രീനിന് മുൻപിൽ ഇരിക്കുക. കൂടുതൽ യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ജെൻസി. യുക്തിക്ക് നിരക്കാത്തതിനെല്ലാം അവർ ചോദ്യം ചെയ്യും. പഴയ തലമുറയുടെ യക്ഷിക്കഥകൾ കണ്ട് പേടിക്കുന്നവരല്ലല്ലോ പുതിയ തലമുറ. പഴയ കള്ളിയങ്കാട്ട് നീലിയെ ഒന്നാന്തരം എന്റർടൈനറാക്കി മാറ്റിയത് പുരോഗമനപരമായ മുന്നേറ്റമല്ലേ? പാലമരച്ചോടും നേർത്ത നിലാവും മാത്രമല്ല, ഫ്ലാറ്റും നട്ടുച്ചയും അന്യസംസ്ഥാന ഗമനവും യക്ഷിക്ക് വഴങ്ങുമെന്ന് തെളിഞ്ഞു. യക്ഷികളുടെ വെള്ള യൂണിഫോം പോലും മാറ്റിവെച്ച് ജീൻസും ടീഷർട്ടും ധരിക്കുന്നതിന്റെ കറുത്ത ഹാസ്യവും കാണാതെ പോകരുത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങി എഞ്ചിനീയറിംഗ്, മാർക്കറ്റിംഗ് എല്ലായിടത്തും ബൂർഷ്വാസികൾ ചിന്തയും ഭാവനയും ഊറ്റിക്കുടിക്കുമ്പോൾ ചിന്തയെയും യുക്തിയെയും വെറുതെ വിട്ട് കുറെ സമയത്തേക്കെങ്കിലും ഫാന്റസിയുടെ രാവണക്കോട്ടകളിൽ വിഹരിക്കാൻ ആഗ്രഹിച്ചാൽ അവരെ തെറ്റു പറയാനാകുമോ? അനിമകളുടെ അമാനുഷിക സിനിമകളും പുതിയ യൗവനത്തിന് സ്വപ്നങ്ങളാണ്. എന്നാൽ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ അനിമകൾ പൂർണ്ണമായും സ്വപ്നലോകമാണ്. സന്ദർഭവും സമയകാലങ്ങളും കഥാപാത്രങ്ങളും എല്ലാം ഫാന്റസിയാണ്. ലോകത്തെ മെച്ചപ്പെടുത്താനാണ് ഫാന്റസികളിലെ അമാനുഷിക ശക്തികൾ മനുഷ്യരോടൊപ്പം പോരാടുന്നത്. പുതിയ കാലഘട്ടത്തോടും അതിന്റെ ചരിത്രത്തോടും കൃത്യമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവരാണ് പുതിയ തലമുറ. ജെൻസികൾ നേപ്പാൾ കീഴടക്കുന്നത് ലോകം കണ്ടു. സമൂഹം നന്നാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. യക്ഷികളെയും മന്ത്രവാദികളെയും അവർ കൂടെ കൂട്ടുന്നു, സ്വപ്നം കാണുന്നു, പോരടിക്കുന്നു. അനിമ വളരെ ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ച് നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങളല്ല. 5+, 8+ എന്നിങ്ങനെ പ്രായത്തിനനുസരിച്ചുള്ള പ്രമേയങ്ങളാണ് ആ സിനിമകളിൽ സാധാരണ കാണുന്നത്. കൗമാരക്കാർക്കുള്ള അനിമകളിൽ പ്രണയവും ഡേറ്റിംഗും വിഷയങ്ങളാകാം. 18+ അനിമകളിൽ വയലൻസും ലൈംഗികതയും മോശം പദപ്രയോഗങ്ങളും ഉണ്ടാവാം. ഇത്തരം സിനിമകൾ കുട്ടികൾ കാണാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം.